സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തിൻ്റെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് റെഗുലർ അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കും. ക്ലാസ് കാണാൻ നിങ്ങൾ പ്ലേലിസ്റ്റാണ് ചെക്ക് ചെയ്യേണ്ടത്. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം ക്ലാസ് വൈസും ലെസൺ വൈസും കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ലെസൻ്റെ അല്ലെങ്കിൽ ക്ലാസ്സിൻ്റെ പാർട്ടായിട്ട് കാണാം. Hello, welcome to my channel. Last class we have started a new lesson, that is extraction of metals. In that we have discussed about what is meant by ore, what is meant by mineral. All these concepts were discussed in the previous class. അപ്പോൾ ഇന്ന് എന്താണ്, നമ്മൾ ഓൾറെഡി അന്ന് പറഞ്ഞു ഒരു ഓറിന് നമ്മുടെ കയ്യിൽ കിട്ടി. ആ കയ്യിൽ കിട്ടിയ ഓറിൻ്റെ ചുറ്റും കുറേ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ടല്ലേ, അവരെ നമ്മൾ എന്താ പറഞ്ഞത്, ദ ഇംപ്യൂരിറ്റീസ് വിച്ച് ആർ പ്രസൻറ്റ് അറൗണ്ട് ആൻഡ് ഓർ ഇസ് നോൺ ആസ് ഗ്യാങ് അല്ലേ. ഒരു ഗ്യാങ് ഉണ്ടാവും. ആദ്യം നമ്മുടെ ഫസ്റ്റ് പ്രോസസ്സ് എന്താ, ഈ ഗ്യാങ്ങിൽ നിന്ന് നമ്മുടെ ഈ ഓറിനെ മാറ്റിയെടുക്കണം. എന്നിട്ട് വീണ്ടും കുറച്ച് സ്റ്റേജ് കഴിഞ്ഞാലേ നമുക്ക് നമ്മുടെ മെറ്റലിനെ കിട്ടുള്ളൂ. അപ്പം നമ്മൾ ആദ്യത്തെ സ്റ്റേജ് എന്തായിരുന്നു, ദി കോൺസെൻട്രേഷൻ ഓഫ് ദി ഓർ ആയിരുന്നു അല്ലേ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദ എർത്തി ഇംപ്യൂരിറ്റീസ് ഒക്കെ ഉണ്ടാവും നമ്മുടെ ഓറ്. നമുക്ക് എവിടുന്ന ഓറിനെ കിട്ടുന്ന എർത്ത് നിന്ന്. അപ്പോൾ ഈ ഓറിൻ്റെ കൂടെ കുറേ എർത്തി ഇംപ്യൂരിറ്റീസ് ഉണ്ടാവും. ഈ ഇംപ്യൂരിറ്റീസിനെ നമ്മൾ പറയും ഗ്യാങ് എന്ന് പറഞ്ഞു. ഈ ഗ്യാങ്ങിനെ ഒഴിവാക്കിയിട്ട് കുറേ ടെക്നിക്സ് ഉണ്ട്. എങ്ങനെയാണ് ഈ ഗ്യാങ്ങിനെ ഒഴിവാക്കുക എന്നുള്ളത് ആ ഒരു മെത്തേഡിന് നമ്മൾ പറയും കോൺസെൻട്രേഷൻ ഓഫ് ദി ഓർ. വാട്ട് ഈസ് മീൻ ബൈ കോൺസെൻട്രേഷൻ ഓർ, ദി സെപ്പറേഷൻ ഓഫ് ദി ഗ്യാങ് ഓർ ദി എർത്തി ഇംപ്യൂരിറ്റീസ് ഫ്രം എൻ ഓർ ഇസ് നോൺ ആസ് കോൺസെൻട്രേഷൻ ഓഫ് ദി ഓർ. ഇനി ഈ കോൺസെൻട്രേഷൻ ഓഫ് ഓർ ഒരു മെത്തേഡാണോ? അല്ല. നമുക്ക് എർത്ത് നിന്ന് കിട്ടുന്ന ഓറ് പല എലിമെൻസിൻ്റെ ഓറായിരിക്കും അല്ലേ. ചിലതിന് ചിലപ്പം ഇപ്പോൾ അയേൺ ആണെങ്കിൽ അതിന് മാഗ്നറ്റിക് നേച്ചറാണ്. ചില ഓർസ് ഭയങ്കര ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള ഓർസ് ആയിരിക്കും, ചിലത് ഭയങ്കര ഹെവി ആയിട്ടുള്ള ഓർസ് ആയിരിക്കും. അപ്പോൾ അവരുടെയൊക്കെ നേച്ചറിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഡിഫറെൻറ്റ് ടെക്നിക്സ് ആണ് യൂസ് ചെയ്യുക. അതിൽ ഏറ്റവും ഫസ്റ്റ് ടെക്നിക് വിച്ച് വി ആർ യൂസിങ് ഫോർ ദി കോൺസെൻട്രേഷൻ ഓഫ് ദി ഓറസ് ഹൈഡ്രോളിറ്റിക് വാഷിംഗ് എന്ന് പറയും. ഹൈഡ്രോളിക് വാഷിംഗ്, അല്ലെങ്കിൽ ഇതിന് വേറൊരു പേരും കൂടെ ഉണ്ട്, ലെവിഗേഷൻ. ഓക്കെ, ദ ടേം ഇസ് ലെവിഗേഷൻ ഓർ ഇറ്റ് ഇസ് കോൾഡ് ആസ് ഹൈഡ്രോളിക് വാഷിംഗ്. എന്താണ് ആ പേരിൽ നിന്നിട്ട് വാഷ് ചെയ്യാണ്. നിങ്ങളുടെ കയ്യിൽ കുറച്ച് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് സാധനം കിട്ടി. നിൻ്റെ കയ്യിൽ ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ ഇവിടെ നിന്ന് വല്ല കല്ലൊക്കെ കിട്ടിക്കഴിഞ്ഞെന്ന് വിചാരിച്ച് നമ്മൾ ഒരു നല്ല നല്ല ഭംഗിയുള്ള ഒരു സ്റ്റോണാണ്. അപ്പോൾ അതിന് ചുറ്റും കുറേ മണ്ണൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളത് എന്താ ചെയ്യുക, അതിനെ കയറി നല്ലോണം ഒന്ന് കഴുകും അല്ലേ. വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്പ്യൂരിറ്റീസ് പുറത്തേക്ക് പോയി നമ്മുടെ ആളെ നമുക്ക് കൈ കിട്ടും, സ്റ്റോണിനെ കിട്ടും. ഈ ടെക്നിക്ക് തന്നെയാണ് ഹൈഡ്രോളിക് വാഷിംഗ്. വാഷിംഗ് എവേ ദി എന്താണ്, നമ്മൾ വാഷിംഗ് എവേ ദി ഇമ്പ്യൂരിറ്റീസിനെ വാഷ് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന പോലെ സാധാ ടെക്നിക്കൊന്നുമല്ല. നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, യു ക്യാൻ സീ എ പിക്ചർ ഹിയർ. ഒരു കോണിക്കൽ ഷേപ്പുള്ളൊരു റിസർവോയർ, ഒരു കണ്ടെയ്നർ എടുക്കും. എന്നിട്ട് ഇതിൽ നമ്മുടെ ഓറിന് ചുറ്റും ഇമ്പ്യൂരിറ്റീസ് ഉണ്ട്, അത് അതിലേക്ക് ഇങ്ങനെ ബ്രേക്ക് ചെയ്തിട്ട് ഇടും. എന്നിട്ട് എന്ത് ചെയ്യുന്നു വെച്ചാൽ നല്ല ഹൈ കറണ്ട് ഓഫ് വാട്ടർ കൊടുക്കും. നല്ല ഹൈ പ്രഷറിൽ ഹൈ പ്രഷറിൽ വാട്ടർ അങ്ങ് കൊടുക്കും. ഹൈ കറണ്ട് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ നല്ല പ്രഷറിൽ വാട്ടർ കൊടുക്കും. ഇപ്പോൾ ഈ വാട്ടർ ഇങ്ങനെ ഹൈ പ്രഷറിലാകുമ്പോൾ എന്ത് സംഭവിക്കും, ഓട്ടോമാറ്റിക്കലി ഈ ഇമ്പ്യൂരിറ്റീസ് അതിൻ്റെ കൂടെ അങ്ങ് വാഷ് ചെയ്ത് പോയിട്ട് ലൈറ്റ് വെയ്റ്റഡ്, അവിടെയാണ് എന്താണ് ഇത് അവരുടെ ആ ഒരു വെയ്റ്റിൻ്റെ ഡിഫറൻസ് ആണ്. ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള ഓർ വിൽ ഗെറ്റ് സെറ്റിൽ ഡൗൺ ആൻഡ് ദി ഹെവി ഇമ്പ്യൂരിറ്റീസ് ഗെറ്റ് വാഷ്ഡ് ഓഫ്. മനസ്സിലാവുന്നുണ്ടല്ലോ. നമ്മൾ വാഷ് ചെയ്ത് കളയുക ആരെ, ഇമ്പ്യൂരിറ്റിനെ. എങ്ങനെ, വി ആർ യൂസിങ് എ ടെക്നിക് വിച്ച് ഇസ് നോൺ ആസ് ഹൈഡ്രോളിക് വാഷിംഗ് ഓർ ലെവിഗേഷൻ മെത്തേഡ്. ഇൻ ദിസ് എ കോണിക്കൽ റിസർവോയർ ഇസ് there. ഇൻ ദാറ്റ് വി ആർ ആഡിങ് ദി പൗഡേർഡ് ഓർ, അതായത് ഓറിന് നമ്മൾ പൗഡറൊക്കെ ഇതിലിടും. എന്നിട്ട് നമ്മൾ ഹൈ കറണ്ട് ഓഫ് വാട്ടർ കൊടുക്കും. വാട്ടർ ഇങ്ങനെ വരുന്ന സമയത്ത് അതിങ്ങനെ ജസ്റ്റ് ഇമ്പ്യൂരിറ്റീസ് അങ്ങ്, അത് ഹെവി വെയ്റ്റ് ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസ് അങ്ങ് പോകുകയും ചെയ്യും. ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഓറ് അവിടെ നിൽക്കും. അപ്പോൾ നമുക്ക് ഓറിനെ കിട്ടിയല്ലോ. സോ ഫസ്റ്റ് ടെക്നിക് ഇസ് ഹൈഡ്രോളിക് വാഷിംഗ്. സെക്കൻഡ് വണ്ണും വാഷിംഗ് പോലത്തെ ഒരു മെത്തേഡാണ്, ദാറ്റ് ഇസ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. അപ്പോൾ എല്ലാ പേരിലും ഉണ്ട് കേട്ടോ, എല്ലാ സാധനവും ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. ഫ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താ, പത അല്ലേ, അതായത് പത ഫ്ലോട്ട് ചെയ്യാണ്. അപ്പോൾ ഫ്രോത്ത് ഫ്ലോട്ട് ചെയ്യുമ്പോൾ അതിന് കൂടെ നമ്മുടെ ആൾക്കാരുണ്ടാവും. പേര് തന്നെ ഉണ്ട്, ഫ്രോത്ത് ഫ്ലോട്ട് ചെയ്ത് നിൽക്കുമ്പം അതിൻ്റെ കൂടെ. എപ്പോഴാണ് നിങ്ങൾക്കൊരു പത ഉണ്ടാക്കുക, ഒന്നെങ്കിൽ നിങ്ങളിങ്ങനെ സോപ്പും വെള്ളവും മിക്സ് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ പത ഉണ്ടാകുന്നത് കാണാം. ഇനി വേറൊരു ടെക്നിക്ക് ഉണ്ട്, ഇത് നിങ്ങൾ വീണ്ടും ചെയ്ത് നോക്കൂ. ഒരു ബോട്ടിൽ ഇത്തിരി ഓയിൽ എടുക്കുക, എന്നിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലൊന്ന് ഷേക്ക് ചെയ്ത് നോക്കൂ. നല്ല വൈറ്റ് കളർ ഇങ്ങനെ ബബിൾസ് പോലെ പത വരുന്നത് കാണാം, ഫ്രോത്ത് വരുന്നത് കാണാം. ദ സെയിം ടെക്നിക് ദേ ആർ ഓൾസോ യൂസിങ്. ഒരു നല്ലൊരു റിസർവോയർ അല്ലെങ്കിൽ ഒരു നല്ല അവരുടെ ടെക്നിക്കിനെ യൂസ് ചെയ്യുന്ന റിസർവോയർ എടുക്കും. എന്നിട്ട് അതിലേക്ക് ഓർസ്, അതായത് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓറ് ലൈറ്റ് വെയ്റ്റഡ് ആണ്.
എപ്പോഴും വെള്ളത്തിലേക്ക് പൊങ്ങി കിടക്കുക ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള സാധനങ്ങളല്ലേ, ഹെവി ആയിട്ടുള്ള. അപ്പം ഇവിടെ ഓറ് ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള ഓറാണ്. നേരത്തെ കേസിൽ ഇമ്പ്യൂരിറ്റി ആയിരുന്നു ലൈറ്റ് വെയ്റ്റഡ്. അപ്പം ഇമ്പ്യൂരിറ്റി എങ്ങനെ വാഷ് ചെയ്ത് പോയി. പക്ഷെ ഇവിടെ എങ്ങനെയാണ് ഫ്രോത്തിൻ്റെ കൂടെ വരണം. ഫ്രോത്തിൻ്റെ കൂടെ വരണമെങ്കിൽ ദ ഓർ ഷുഡ് ബി ലൈറ്റ് വെയ്റ്റഡ്. അങ്ങനെ നമ്മൾ ഓറിനെ മിക്സ് ചെയ്യും. കുറച്ച് പൈൻ ഓയിൽ, ഒരു ഓയിലാണ് യൂസ് ചെയ്യുന്നത്, പൈൻ ഓയിൽ. പൈൻ ഓയിലും മിക്സ് ചെയ്തിട്ട് നമ്മളിവിടെ ഇതേപോലെ കറണ്ട് ഓഫ് വാട്ടർ കൊടുക്കും. എന്നിട്ട് എന്ത് പറ്റും, അപ്പോൾ അവിടെ ഫ്രോത്ത് ഉണ്ടാവും. ഈ ഫ്രോത്തിൻ്റെ കൂടെ ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള ഓർ അങ്ങ് വരും. അപ്പം നമുക്ക് ആ പദം അങ്ങ് സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് ആരെ കിട്ടി, നമ്മുടെ ഓറിനെ കിട്ടും ചെയ്ത് ഇമ്പ്യൂരിറ്റീസ് വിൽ ബി സെറ്റിൽഡ് ആവും. അപ്പോൾ രണ്ടും കൺഫ്യൂസ്ഡ് ആവരുത്. ഹൈഡ്രോളിക് വാഷ് ചെയ്ത് പോകും. വാഷ് ചെയ്യുന്നത് ആരെയാണ്, ഒഴിവാക്കുന്നത് ആരെയാണ്? വാഷ് ചെയ്തിട്ട് നമ്മൾ ഇമ്പ്യൂരിറ്റീനെ കളയും. നമ്മുടെ കല്ലിൻ്റെ മുകളിൽ മണ്ണ് ഒഴിവാക്കിയെന്ന് ആലോചിച്ചാൽ മതി. സെക്കൻഡ് വൺ ഫ്രോത്ത് എന്നുള്ള പേരിൽ തന്നെ ഫ്രോത്തിൻ്റെ കൂടെ ആര് വരണം, നമ്മുടെ ഓറ് വരണം. അപ്പോൾ എന്തായിരിക്കും, നമ്മുടെ ഓറ് ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള ഓറായിരിക്കും. സിമ്പിൾ ആണല്ലോ. യു ക്യാൻ സീ ദ പിക്ചർ ഹിയർ ഓൾസോ. ആൻഡ് ദി നെക്സ്റ്റ് വൺ ഇസ് മാഗ്നറ്റിക് സെപ്പറേഷൻ. ഇത് അതിലും രസമുള്ളതാണ്, മാഗ്നറ്റിക് സെപ്പറേഷൻ. അപ്പോൾ ആദ്യം ഞാൻ ടെക്നിക്സ് ഒക്കെ പറഞ്ഞുതരാം, പിന്നെ ഏതൊക്കെ ഓറിജിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. സോ മാഗ്നറ്റിക് സെപ്പറേഷൻ നിങ്ങൾക്ക് കാണാം. ഇവിടെ ഒരു പിക്ചർ കണ്ടോ, രണ്ട് വീൽസ് കാണുന്നുണ്ട് അല്ലേ, അതിൻ്റെ മുകളിൽ കൂടെ ഒരു ബെൽറ്റ് പോകുന്നത് കാണുന്നുണ്ടോ. അപ്പോൾ ഈ മാഗ്നറ്റിക് സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ആർക്കായിരിക്കും യൂസ് ചെയ്യുക? നിങ്ങളുടെ കയ്യിൽ ഒരു സാധാ പേപ്പറോ അല്ലെങ്കിൽ പേപ്പർ വേണ്ട, നിങ്ങളുടെ കയ്യിൽ ഒരു അയോൺ പീസും ഉണ്ട്, ഒരു അലൂമിനിയത്തിൻ്റെ പീസും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം വേഗം ഒരു മാഗ്നറ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അയൺ പീസ് അട്രാക്ട് ചെയ്യും അല്ലേ, അലൂമിനിയം അട്രാക്ട് ചെയ്യോ? ഇല്ല. ഇതേ ടെക്നിക്കാണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്. അതായത് ചില ഓർസിൽ ചില ഇമ്പ്യൂരിറ്റീസ് എങ്ങനെയായിരിക്കുന്നത് വെച്ചാൽ മാഗ്നറ്റായിട്ട് അട്രാക്ട് ചെയ്യില്ല. അപ്പോൾ ഏതായിരിക്കും നമ്മുടെ ഓർ? അധികം അയേണിൻ്റെ ഓർ ഉണ്ടാവുമല്ലോ, അയേണിൻ്റെ ഓറിലുള്ള ഇമ്പ്യൂരിറ്റീസിന് ഒഴിവാക്കാൻ ഈ ടെക്നിക്കാണ് യൂസ് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ അയേൺ എന്താ പെട്ടെന്ന് മാഗ്നറ്റ് അടുത്തേക്ക് അട്രാക്ട് ചെയ്യും, അല്ലാത്ത ഇമ്പ്യൂരിറ്റി എന്താവും, അട്രാക്ട് ചെയ്യില്ല. ഇനി അതേപോലെ തന്നെ ചില കേസിലൊക്കെ ടിന്നിൻ്റെ ഒക്കെ കൂടെ ഈ ഒരു മാഗ്നറ്റ് ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ അയൺ ടൈപ്പ് ഓഫ് ഇമ്പ്യൂരിറ്റീസ് കാണാറുണ്ട്. അയൺ ടൈപ്പ് ഓഫ് ഇമ്പ്യൂരിറ്റീസ് സിങ്കല്ല ടിന്നിൻ്റെ കൂടെയൊക്കെ ചിലപ്പം അയൺ ടൈപ്പ് ഓഫ് ഇമ്പ്യൂരിറ്റീസ് കാണാറുണ്ട്. അപ്പം അതിനെ ഒഴിവാക്കാനും ഈ ടെക്നിക്കാണ് യൂസ് ചെയ്യുക. അതായത് ഐദർ ദ ഇമ്പ്യൂരിറ്റീസ് വിൽ ബി ഇൻ ദ ഫോം ഓഫ് ദ മാഗ്നറ്റിക് അട്രാക്ട് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ ഓറ് ചിലപ്പോൾ മാഗ്നറ്റ് അട്രാക്ട് ചെയ്യുന്ന നേച്ചറുള്ള ആൾക്കാരായിരിക്കും. ഇനി നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ഇവരെ നന്നായിട്ട് പൊടിക്കും, സിമ്പിൾ ഫൈനായിട്ട് പൊടിയാക്കിയിട്ട് ഈ കൺവെയർ ബെൽറ്റ്, ഈ ബെൽറ്റിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ടേക്കും. എന്നിട്ട് ഈ വീൽസ് ഒന്ന് മാഗ്നറ്റിക് വീലാണ്, ഒന്ന് നോൺ മാഗ്നറ്റിക് വീലാണ്. അപ്പോൾ ഈ വീൽസിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പോണ സമയത്ത് മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് ഒക്കെ ഈ വീൽസിൻ്റെ അടുത്ത് വന്ന് അട്രാക്ട് ചെയ്തിട്ട് നോൺ മാഗ്നറ്റിക് ആയിട്ടുള്ളതൊക്കെ ഫ്ലൈ ഓഫ് ചെയ്യും. അപ്പോൾ എന്ത് പറ്റി, നമുക്ക് മാഗ്നറ്റിക് ആവശ്യമുള്ളതാണെങ്കിൽ മാഗ്നറ്റിക് ഇമ്പ്യൂരിറ്റീസ്, അതായത് ഇപ്പോൾ ഇമ്പ്യൂരിറ്റീസ് ആണെങ്കിൽ നമ്മൾ മാഗ്നറ്റിൻ്റെ അടുത്ത് മാറ്റുക. ഇനി ഓറാണെങ്കിൽ ഇറ്റ് വിൽ ബി അട്രാക്റ്റഡ് ടുവേർഡ്സ് ദി മാഗ്നറ്റ്. Very simple. So what is magnetic separation? Magnetic separation is used in which either the ore or the impurities are attracted towards the magnet. We just make a fine powder of this ore along with the GAN and just put it on our way the belt in which there are two wheels. When these wheels are just moving, the impurities or the ore which are attracted towards the magnet get stuck to the magnetic wheel and others will be flied off. Very easy alle. അപ്പോൾ 3 ടെക്നിക്ക് നമ്മൾ പറഞ്ഞു. ഒന്ന് ഫ്രോത്ത് ഹൈഡ്രോളിക് വാഷിംഗ് ഓർ ലെവിഗേഷൻ, ഫ്രോത്ത് ഫ്ലോട്ടേഷൻ, മാഗ്നറ്റിക് സെപ്പറേഷൻ. ആൻഡ് ദി ലാസ്റ്റ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ്, ലീച്ചിങ്. അപ്പോൾ നെക്സ്റ്റ് മെത്തേഡ് എന്താ, ലീച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വേർഡും മലയാളവും തമ്മിൽ നമുക്കൊന്ന് റിലേറ്റ് ചെയ്യാം. നിങ്ങളുടെ എളുപ്പത്തിന് വേണ്ടി ഞാൻ എപ്പോഴും പറയും, ഞാൻ എന്ത് കോഡ് തരും, ഇറ്റ്സ് ഓൺലി ഫോർ യു ടു ഹെൽപ്പ് ഫോർ യു എക്സാം. ലീച്ചിങ്, അലിയിക്കുക മീൻസ് ലീച്ചിങ്, അലിയിക്കുക ബോത്ത് അല്ലേ, ഒരു സിമിലാരിറ്റി ഇല്ല വാക്കിന്. അപ്പോൾ ലീച്ചിങ് എന്താണ്, ദിസ് ഇസ് എ കെമിക്കൽ മെത്തേഡ്. ഇത്രയും നേരം നമ്മൾ പറയാം ഫിസിക്കൽ ടൈപ്പ് മെത്തേഡ്സ്, അതായത് എടുക്കുക, പൊടിക്കുക, അങ്ങനത്തെ. ദിസ് ഇസ് എ കെമിക്കൽ മെത്തേഡ്. ഇതിലെന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഓറിനെയും ഇമ്പ്യൂരിറ്റീസിനെയും കൂടെ ഒരു പെർട്ടിക്കുലർ സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്യിക്കുക, ഒരു കെമിക്കൽ സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്യിപ്പിക്കുക. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൽ ഓർ ഷുഡ് ബി ഡിസോൾവ്, ഇമ്പ്യൂരിറ്റീസ് എന്താകാൻ പാടില്ല, ഡിസോൾവ് ചെയ്യാൻ പാടില്ല. അങ്ങനത്തെ സോൾവെൻറ്റ് വേണം നമ്മൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇതൊന്നും നമ്മളല്ല ചെയ്യുന്നത് കേട്ടോ. ഈ ഓരോ മെത്തേഡ്സും ലാബിൽ അവർക്കറിയാം ഇന്ന ഇമ്പ്യൂരിറ്റീസ് ഇതിലുണ്ട്. അതിൻ്റെ നേച്ചർ കണ്ടുപിടിക്കാൻ നമുക്ക് കുറേ ടെക്നിക്സ് ഉണ്ട്. അപ്പം ഇതിൽ ഈ ടെക്നിക്കാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അവർക്കറിയാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഈ ഓറിനെയും ഇമ്പ്യൂരിറ്റീനെയും കൂടെ നമ്മൾ എന്ത് ചെയ്യും, പൊടിച്ചിട്ട് ഒരു ലിക്വിഡിൽ, അതായത് ഒരു കെമിക്കൽ സോൾവെൻറ്റിൽ മിക്സ് ചെയ്യും.
അതിലെന്താ സ്പെഷ്യാലിറ്റി? ദ ഓർ ഗെറ്റ് ഡിസോൾവ് ഇൻ ദാറ്റ് കെമിക്കൽ സോൾവെൻറ്റ് ആൻഡ് ദി ഇമ്പ്യൂരിറ്റീസ് ഡസ് നോട്ട്. അപ്പോൾ ഇമ്പ്യൂരിറ്റീസ് ഡിസോൾവ് ചെയ്യാതെ എന്ത് പറ്റും? നമുക്ക് അതിനെ സ്ട്രെയിൻ അരിച്ചിട്ട് മാറ്റാം. ആരാ മാറ്റാം? ഇമ്പ്യൂരിറ്റീസ് ഒഴിവാ. അപ്പോൾ ആ ലിക്വിഡിൽ ആരാ ഉള്ളത്? ഓർ. ആൻഡ് ദെൻ ഫെർദർ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇനി നമുക്ക് ഈ ഓറിനെ ലിക്വിഡിൽ നിന്ന് കിട്ടേണ്ട ആൻഡ് എനദർ ലിക്വിഡ് അത് കെമിക്കൽ സബ്സ്റ്റൻസസ് ആഡഡ് ഇൻ ഓർഡർ ടു ഗെറ്റ് ദിസ് ഓർ ബാക്ക്. എങ്ങനെയെങ്കിലും നമ്മളൊരു വേറൊരു സോൾവെൻറ്റും കൂടെ ഇതിലേക്ക് മിക്സ് ചെയ്യുന്ന സമയത്ത് ഓറിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ നമ്മുടെ ഓർ പ്യുവറായി കിട്ടിയല്ലോ. കിട്ടിയില്ലേ? വെരി സിമ്പിൾ മെത്തേഡ്. ദിസ് മെത്തേഡ് ഇസ് യൂസ്ഡ് ഫോർ ദി കോൺസെൻട്രേഷൻ ഓഫ് ദി ഓർ ഓഫ് ബോക്സൈറ്റ്. അലൂമിനിയത്തിൻ്റെ ഓർ ഉണ്ടല്ലോ, അലൂമിനിയത്തിൻ്റെ ഓറായിരുന്നു ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ബോക്സൈറ്റ്. ഈ ബോക്സൈറ്റിനെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നൊരു ടെക്നിക്കാണ് ലീച്ചിങ്. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യം പഠിച്ചില്ലേ? ഇനി എക്സാമിന് പോയിൻ്റായിട്ട് പറയണമല്ലോ അല്ലേ? ഇപ്പം ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം എന്തൊക്കെ എക്സാമിനുള്ള പോയിന്റ്സ്? ഫസ്റ്റ് വൺ, ഹൈഡ്രോളിക് വാഷിംഗ് ഓർ ലെവിഗേഷൻ. അപ്പം തന്നെ നിങ്ങളുടെ മനസ്സിൽ വരണം ഹൈഡ്രോളിക് വാഷിംഗ് ആണ്. വാഷ് ചെയ്ത് നമ്മൾ ഇമ്പ്യൂരിറ്റീനെ കളയുക. എപ്പോഴാണ് ഇമ്പ്യൂരിറ്റീനെ വാഷ് ചെയ്ത് കളയാൻ പറ്റുക? അത് ലൈറ്റ് വെയ്റ്റഡ് ആവണം അല്ലേ? അത് പെട്ടെന്ന് ഒഴുകി പോകാൻ പറ്റുന്ന രീതിയിലാണ്. അപ്പം ഫസ്റ്റ് വൺ, hydraulic washing or levication methods are used in which the ore will be എന്തായിരിക്കും? ഹെവി ആയിരിക്കും. ഹെവി ആയതുകൊണ്ട് വെള്ളത്തിൻ്റെ കൂടെ പെട്ടെന്ന് ഒഴുകി പോകില്ല. But the impurities are lighter and it is mainly carried for ores like oxide ores. ഓക്സൈഡ് ആയിട്ടുള്ള ഓർസിലാണ് യൂഷ്വലി ഇത് ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് ഓർ യൂസ് ചെയ്യുന്നത്. അപ്പം മെയിൻലി 3 പോയിന്റ്സ് ആണ് നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കേണ്ടത്. ഹൈഡ്രോളിക് വാഷിംഗ് ഇസ് മെയിൻലി യൂസ് ഫോർ ദി കോൺസെൻട്രേഷൻ ഓഫ് ദി ഓർ വിച്ച് ആർ ഹെവിയോ. ഒന്നെങ്കിൽ അവർ ഡെൻസിറ്റി ഹൈ ആയിരിക്കണം, അല്ലെങ്കിൽ മറ്റേത് എന്തായിരിക്കണം? ഇമ്പ്യൂരിറ്റീസ് ആർ ലൈറ്റർ. മനസ്സിലായി? ലൈറ്ററായിട്ട് ഒഴുകിപ്പോണം. ആൻഡ് ദിസ് ഇസ് മെയിൻലി യൂസ് ഫോർ ഓക്സൈഡ് ഓർസ്. പോയിന്റ് കിട്ടിയല്ലോ. നെക്സ്റ്റ് വൺ, ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. അപ്പം നിങ്ങളുടെ മനസ്സിൽ വേണം ഫ്രോത്തിൻ്റെ ക്ലൂടെ ആര് വരുന്നുണ്ട്? നമ്മുടെ ഓർ വരുന്നുണ്ട്. ഓർ വരുമ്പോൾ എന്തായിരിക്കും? ഓർ ഷുഡ് ബി ലൈറ്റ് വെയ്റ്റഡ് ആൻഡ് ദ ഇമ്പ്യൂരിറ്റീസ് ആർ ഹെവി. ഓർ ലൈറ്റ് വെയ്റ്റഡും ആണ്, ഇമ്പ്യൂരിറ്റീസ് ഹെവിയും ആണ്. അവിടെയാണ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. ആൻഡ് ഇറ്റ് ഇസ് മെയിൻലി ഫോർ സൾഫൈഡ് ഓർസ്. സൾഫൈഡ് ഓർസിലൊക്കെ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. ഡിഫറെൻറ്റ് ഓർസ് ഉണ്ട് കേട്ടോ. സിങ്ക് മാത്രമൊന്നുമില്ല, സിങ്കിൻ്റെ കൂടെ സൾഫർ വന്നിട്ട് ഡിഫറെൻറ്റ് അയോൺ, സൾഫർ. അയോണിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുക മാഗ്നറ്റിക്. ഇനി മാഗ്നറ്റിക് സെപ്പറേഷൻ എപ്പോഴാണ്? ദി മാഗ്നറ്റിക് സെപ്പറേഷൻ ഇസ് യൂസ് വെൻ ദി ഓർ ഓർ ദി ഇമ്പ്യൂരിറ്റീസ് ആർ ഹാവിങ് മാഗ്നറ്റിക് നേച്ചർ. ഓറിനോ അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റീസിനോ മാഗ്നറ്റിക് നേച്ചർ ഉണ്ടായിരിക്കണം. ഇറ്റ് ഈസ് യൂഷ്വലി മെയിൻലി ക്യാരിഡ് ഔട്ട് ഫോർ അയോൺ ഓർസ്. അയോൺ ഓർസും അതേപോലെ ഞാൻ പറഞ്ഞു നമുക്കിട്ട് ടിൻ ഓക്സൈഡ് ഉണ്ട്. ഇതിനെ നമ്മൾ പറയും ടിൻ സ്റ്റോൺ എന്ന് പറയും. ഈ ടിൻ സ്റ്റോണിൽ ചിലപ്പം ഈ മാഗ്നറ്റിക് ഇമ്പ്യൂരിറ്റീസ്, അയോണിൻ്റെ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ഉണ്ടാവും. ടിൻ സ്റ്റോൺ, ടിൻ എന്ന് പറഞ്ഞാൽ SN ആണ്, സ്റ്റാനം, സ്റ്റിൻ, SNO. അപ്പം ടിൻ സ്റ്റോൺ എന്നാണ് ഇതിനെ പറയുക. അതിലൊക്കെ ചിലപ്പം അയോൺ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മാഗ്നറ്റിക് സെപ്പറേഷൻ ടെക്നിക്സ് ആണ് യൂസ് ചെയ്യുന്നത്. ദ ലാസ്റ്റ് വൺ ഈസ് ലീച്ചിങ്. ലീച്ചിങ് ഇസ് ദി മെത്തേഡ് ഇൻ വിച്ച് ദി ഓർ easily dissolves in a particular solvent, and in this method is mainly used for bauxite, the ore of aluminum. സിമ്പിൾ അല്ലേ? ഇനി നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു കോളം ഉണ്ട്. ആ കോളം ഒന്ന് നോക്കിക്കേ. ആ കോളം നിങ്ങൾക്ക് കാണാം. ഫസ്റ്റ് വൺ പ്രോപ്പർട്ടീസ് ഓഫ് ദ ഓർ ആണ്. പ്രോപ്പർട്ടീസ് ഓഫ് ദ ഇമ്പ്യൂരിറ്റീസ് പ്രസൻറ്റ് ഇൻ ദ ഓർ. അപ്പോൾ ഫസ്റ്റ് നോക്കൂ, ഓറിന് ഹൈ ഡെൻസിറ്റി. ഹൈ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ നല്ല വെയിറ്റ് ഉണ്ട്. മറ്റേത് ലോ ഡെൻസിറ്റി. ആരാണ്? പ്രോപ്പർട്ടീസ് ഓഫ് ദ ഇമ്പ്യൂരിറ്റി. ഇമ്പ്യൂരിറ്റിക്ക് ലോ വെയിറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് കഴുകി പോകാം. സോ ഹൈഡ്രോളിക് വാഷിംഗ് അല്ലെങ്കിൽ ലെവിഗേഷൻ മെത്തേഡ് എന്ന് പറയും. നിങ്ങൾ ഹൈഡ്രോളിക് വാഷിംഗ് എന്ന് പഠിച്ചാൽ മതി. ദെൻ മാഗ്നറ്റിക്സ്, ഒന്ന് മാഗ്നറ്റിക് ഇൻ നേച്ചറാണ്, നോൺ മാഗ്നറ്റിക് ഒന്നും നോക്കണ്ട. മാഗ്നറ്റിക് സെപ്പറേഷൻ. അലൂമിനിയം ഓർസ് ദാറ്റ് ഗെറ്റ് ഡിസോൾവ്ഡ് ഇൻ എ സൊല്യൂഷൻ. ഏത് മെത്തേഡാ? ലീച്ചിങ്. എന്താ അടുത്ത ടേബിൾ ഒന്ന് നോക്കിക്കേ. മെത്തേഡ് ഓഫ് കോൺസെൻട്രേഷൻ. ടിൻ സ്റ്റോൺ. ഞാൻ പറഞ്ഞു ടിൻ സ്റ്റോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SNO ആണ്. അതിൻ്റെ കൂടെ എന്തുണ്ടാവും? ചിലപ്പം അയോണിൻ്റെ ഇമ്പ്യൂരിറ്റീസ് കാണാറുണ്ട്. അപ്പോൾ നമ്മൾ ഏതാ യൂസ് ചെയ്യുക? മാഗ്നറ്റിക് സെപ്പറേഷൻ. ബോക്സൈറ്റ്. ബോക്സൈറ്റ് ഏതാണ്? ലീച്ചിങ്. ബോക്സൈറ്റിന് ഒന്നും നോക്കണ്ട, ലീച്ചിങ്. സിങ്ക് ബ്ലെൻഡ്. സിങ്ക് ബ്ലെൻഡിൻ്റെ ഫോർമുല ഞാൻ ആദ്യം പറയണം. സിങ്ക് ബ്ലെൻഡ് ഇസ് സിങ്ക് സൾഫൈഡ് ആണ്. സിങ്ക് ബ്ലെൻഡ് എന്ന് പറയുന്നത് സിങ്ക് സൾഫൈഡ് ആണ്. സൾഫൈഡ് ഓർ ആണെങ്കിൽ നമ്മൾ ഒറ്റ ചിന്തിക്കാൻ വേണ്ടിയിട്ട്, അത് ഞാൻ പറഞ്ഞു എവിടെയെന്ന് അറിയില്ല. സൾഫൈഡ് ഓർ ആണെങ്കിൽ സൾഫൈഡ് ഓർ ആണെങ്കിൽ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. സൾഫൈഡ് ഓർ ഫ്ലോത്ത് ഫ്ലോട്ടേഷൻ. ഓക്സൈഡ് ആണെങ്കിൽ വാഷ് ചെയ്യണം. ക്ലിയർ ആണോ? അടുത്ത ടെക്നിക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ. പിന്നെ നിങ്ങളുടെ എല്ലാവരും ഡൗട്ട്സും ഞാൻ കാണുന്നുണ്ട്. സെക്കൻഡ് ലെസൺ നമ്മുടെ ആ ഒരു ഇലക്ട്രോ കെമിക്കൽ സീരീസിൻ്റെ ഡൗട്ട്സൊക്കെ ഞാൻ കാണുന്നുണ്ട്. നമുക്ക് ഡൗട്ട് ക്ലിയറിങ് വീഡിയോയിൽ അത് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. അല്ലാതെ ഓരോ ക്ലാസ്സിലെടുത്ത് പറയുമ്പം അത് ബുദ്ധിമുട്ടും. അപ്പോൾ എല്ലാവരുടെ ഡൗട്ടും കൂടെ ഒറ്റൊന്നിൽ ക്ലിയർ ചെയ്ത് വരാം. പിന്നെ എല്ലാവരും നന്നായി പഠിക്കാൻ, മനസ്സിലാവാത്ത കാര്യം കമൻസിലിട്ടുള്ളൂ. ഓക്കെ, താങ്ക് യു.